കാസർഗോഡ് ചെറുവത്തൂർ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 സമീപം വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതിൽ ആശങ്കയിലാണ് നാട്. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഡ്രോൺ പരിശോധന നടത്തിയതിൽ പ്രദേശത്തെ അപകട സാധ്യത കണ്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നിർമ്മാണ കമ്പനിയായ മേഘ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല. വീരമലക്കുന്നിലെ അപകട സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് എം രാജഗോപാൽ MLA മീഡിയ വണ്ണോട് പറഞ്ഞു. മേഘയെ നിയന്ത്രിക്കേണ്ടത് NHAI ആണ്. NHAIയുടെ ബന്ധപ്പെട്ടിട്ട് വളരെ ശക്തമായിട്ട് തന്നെ ജനങ്ങളായാലും ഒഫീഷ്യൽ സംവിധാനമായാലും ഇതിൻ്റെ യഥാവസരം അപകട സമയത്തെല്ലാം കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതിൻ്റെ 1-2 ഡിസ്കഷനൊക്കെ വെച്ചാണ്. പക്ഷേ അതിൻ്റെ ഒരു വേണ്ട രീതിയിൽ NHAIൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു അനുകൂലമായ സമീപനം വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നതിലാണ്. തീർത്തും ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇനിയും അപകടം പതിയിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ ഗൗരവം NHAIയുടെ അധികൃതർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കൺസ്ട്രക്ഷൻ നടത്തുന്ന മേഘ കമ്പനീൻ്റെ ജാഗ്രത കുറവ് സംബന്ധിച്ചടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, ഇതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ മേഘയെ അറിയിച്ചിരുന്നുവെന്ന് MLA പറയുകയാണ്. ഇന്നലെ തലനാടിനൊക്കെയാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. ഇപ്പോഴും അവിടെ അപകടം പതിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ഈ അപകടത്തിന് ശേഷമെങ്കിലും ഇനിയുമൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എന്തെല്ലാം ഇടപെടലുകൾ വേഗത്തിൽ മേഘയുടെ ഭാഗത്തു നിന്നും മറ്റു അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ? ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീരമലക്കുന്നിൽ വ്യാപകമായി മണ്ണിടിച്ചിരുന്നു. അവിടെ ആവശ്യത്തിലധികം മണ്ണ് അവിടെ നിന്ന് കടത്തി എന്നൊരു പരാതിയും മേഘക്കെതിരെ ഉണ്ടായിരുന്നു. ചെങ്കുത്തായി ഇങ്ങനെ ആണ് ആ കുന്ന് ഇടിച്ച് താഴ്ത്തിയത്. അത് കാരണം വലിയ രൂപത്തിലുള്ള അപകടമുണ്ടാവും എന്ന് ആദ്യം തന്നെ നാട്ടുകാർ ഈ കമ്പനിയെയും അധികൃതരെയും ഒക്കെ ബോധ്യപ്പെടുത്തി. ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞ് വലിയ അപകടമുണ്ടാവുന്നത്. നേരത്തെ ഇതിലെ തൊഴിലാളി, മേഘയുടെ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളി തന്നെ അതിനകത്ത് അപകടപ്പെടുകയും ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇന്നലെയും അധ്യാപികയുടെ കാർ അതിനകത്ത് പെട്ടിരുന്നു. അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരുടെ ഇടപെടൽ കാരണം അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. വലിയ അപകടം ഇനിയും പതിയിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ അപകടത്തെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഡ്രോൺ പരിശോധനയടക്കം നടത്തിയിരുന്നു. അതിൽ ഈ മലയുടെ പല ഭാഗങ്ങളിലായി വലിയ വിള്ളൽ കണ്ടെത്തി. വ്യാപകമായി മണ്ണ് ഇടിച്ചെടുത്തതും കുന്ന് അശാസ്ത്രീയമായി കുന്നിടിച്ചതുമാണ് ഇങ്ങനെ വിള്ളലുണ്ടാകാൻ കാരണം. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ശാസ്ത്രീയമായ സ്വഭാവത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. ജില്ലാ ഭരണകൂടം മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുമായി പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മേഘയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും വലിയ അപകടം, പ്രത്യേകിച്ചും ആ കുന്നിന് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. നീർ ഉറവ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇനിയും അപകടമുണ്ടാവാനുള്ള സാധ്യത നാട്ടുകാരും കണക്ക് കൂട്ടുന്നു. അതിൻ്റെ പരിസരങ്ങളിലൊക്കെ വീടുകളിലുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ വലിയ തിരക്കുള്ള സമയമാവാതിരുന്നത് കാരണമാണ് ഇന്നലെ വലിയ ഒരു അപകടം, അല്ലെങ്കിൽ ശിരൂർ മാതൃകയിലുള്ള ഒരു അപകടത്തിന് ആണ് അവിടെ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നത് സമയത്ത് തിരക്കില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. അതിന് ഇപ്പോഴുള്ള മല തട്ടുകളായി തിരിച്ച് കോൺക്രീറ്റ് ഭിത്തി ഒരുക്കണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഇതുവരെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നൽകിയ പരാതി, ഇതിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് അവിടെ അപകട സാധ്യത കണ്ടെത്തിയതിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ടായി തന്നെ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിരുന്നു. അത് വേണ്ട പരിഗണന അവരെടുക്കുകയും അത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് നൽകേണ്ട നിർദ്ദേശം ഇതുവരെയും നൽകിയില്ല എന്നൊരു പരാതിയാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ഈ ദേശീയപാത നിർമ്മാണത്തിൽ
വലിയ അപാകതകൾ, നിരവധി സ്ഥലങ്ങളിൽ വിള്ളലുകൾ, അതോടൊപ്പം തന്നെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിനിടയിൽ തന്നെ അത് തകർന്നു വീഴുന്ന സാഹചര്യം, അങ്ങനെ വിവിധ സ്വഭാവത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടും ആ കമ്പനിക്കെതിരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ അവർക്ക് നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ദേശീയപാത അതോറിറ്റി നൽകിയിട്ടില്ല. ദേശീയപാത അതോറിറ്റിയാണ് ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കേണ്ടത്. ഇത്രയധികം ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിട്ട് പോലും, അപകടങ്ങൾ തുടർച്ചയായിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും ദേശീയപാത അതോറിറ്റി എടുക്കുന്നില്ല എന്നതാണ്. എടുക്കാത്തതിൽ ഉള്ള നീരസം ജില്ലാ കളക്ടറും പ്രകടിപ്പിച്ചിരുന്നു. ഇനി അത്തരം കാര്യങ്ങൾ എടുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് എന്ന് ജില്ലാ കളക്ടറും സൂചിപ്പിച്ചിരുന്നു. നേരത്തെ ജില്ലാ ഭരണകൂടം ആ ഭാഗങ്ങളിൽ വലിയ പഠനം നടത്തുകയും അപകട സാധ്യത കണ്ടെത്തുകയും അത് ദേശീയപാത അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം ഏകദേശം 80%, 90% പൂർത്തിയായപ്പോൾ മേഘ നിർമ്മാണ കമ്പനിയുടെ ഭാഗങ്ങളിൽ 50%-ഓളം മാത്രമേ ഈ നിർമ്മാണവും പൂർത്തിയായിട്ടുള്ളൂ. സൈഫുദ്ദീൻ.